50,000 60,000 മുതൽ മേളിലേക്കാണ് അത് റീസെറ്റ് ചെയ്യാനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി വെറുതെ എവിടെയെങ്കിലും ഇടുമ്പം ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എയർ ബാഗ് വിടേണ്ട ആവശ്യമില്ല. അത് ആവശ്യമില്ലാതൊരു എക്സ്ട്രാ ചെലവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം വേറെ വണ്ടി ഇടിച്ചാൽ എയർ ബാഗ് വിടരണ്ട, പക്ഷെ അകത്താളുണ്ടെങ്കിൽ എയർ ബാഗ് വിടരണം ആക്സിഡന്റ് ആവുന്ന സമയത്ത്. അതുകൊണ്ട് ഇതിവിടെ കുത്തിവെച്ചാൽ മാത്രമേ ഉള്ളൂ ഡ്രൈവർ ഉള്ളപ്പം എയർ ബാഗ് വിടരത്തുള്ളൂ. അതിന് സപ്ലിമെന്റൽ റിസ്ട്രെയിൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനമാണ് ആക്ച്വലി ഇതുമായിട്ട് ഈ ഡ്രൈവറുടെ ക്യാബിനിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടെക്നോളജി. അതുള്ളപ്പം സീറ്റ് ബെൽറ്റ് കുത്തി ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഡ്രൈവറുണ്ട്, ആളുണ്ടെന്നാണല്ലോ. അങ്ങനെയുള്ള സമയത്ത് കൊളിഷൻ ഉണ്ടാകുമ്പോഴാണ് എയർ ബാഗ് വിടർന്ന് വരുന്നത്. പിന്നെ നോർമലി എല്ലാവർക്കും അറിയാം, ആദ്യം ഉണ്ടാകുന്ന ഇടിയുടെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ആഞ്ഞ് ഇതിലേക്ക് നമ്മൾ വരുന്ന സമയത്താണ് ഈ സീറ്റ് ബെൽറ്റ് ഇവിടെ ഇങ്ങനെ ലോക്ക് ആകാറ്. ഒറ്റ കൊളീഷൻ സമയത്ത് ഇത് സഡൻലി ഇങ്ങനെ ലോക്ക് ആവും. അപ്പം അത് ആക്സിഡന്റ് സമയത്താണ്. ചില ആൾക്കാർ മുൻകൂടി തീരുമാനിച്ച് വണ്ടി സ്പീഡിൽ ഓടിക്കും. അതായത് ചിലപ്പോൾ അത്യാവശ്യത്തിന് പോകുമ്പോഴായിരിക്കും